ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രമ്യാസ് വേൾഡ്. എല്ലാവരും എന്തെടുക്കുകയാണ്? സുഖമായിട്ടിരിക്കുകയല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുകയാണ്. നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് ഇടുക. പിന്നെ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള വീഡിയോസാണ് ഇഷ്ടം എന്നുള്ളത് കൂടെ പറയണേ. തലേ ദിവസം മാവ് അരച്ച് വെച്ചാൽ രാവിലെ വന്ന് ആദ്യം നോക്കുന്നത് നമ്മുടെ മാവ് പൊങ്ങി വന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഇത് വല്ലാതെ പൊങ്ങി വന്നിട്ടൊന്നുമില്ല, എന്നാലും ഒരു അനക്കം ഉണ്ടായിട്ടുണ്ട്. മാവൊക്കെ ഇങ്ങനെ പതച്ച് പൊങ്ങി വരുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സുഖമാണ് കേട്ടോ. ദോശ എന്തായാലും അടിപൊളി സെറ്റ് ആവും എന്നുള്ളതും. ഇതിപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ദോശ ഉണ്ടാക്കുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, സെറ്റായിട്ടുണ്ടായിരുന്നു. ആ ഒരു കുത്ത് ആ ഒരു സംഭവം കണ്ടില്ലേ, അതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഞാൻ തേങ്ങ ചട്നിയും കൂടെ അരച്ചിട്ടുണ്ട്. ദോശയ്ക്ക് ഞാൻ വേറെ എന്തെങ്കിലും കറി ഉണ്ടാക്കാൻ പോയാൽ കാണേട്ടൻ പറയും ദോശയ്ക്ക് തേങ്ങ ചട്നിയാണ് കേട്ടോ അടിപൊളി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ തേങ്ങ ചട്നി മാത്രമാണ് ഉണ്ടാക്കാറുള്ളൂ. ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ മറ്റേ ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടുള്ള ചമ്മന്തി ഉണ്ടാക്കാറുണ്ട്. ഇന്നത്തെ ഡേ മൊത്തം വീഡിയോ ആക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. രാവിലത്തെ ആ ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞതിന് ശേഷം എനിക്കൊന്നിനും ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതാ കണ്ണേട്ടന് വർക്കൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു കേട്ടോ. ദിച്ചുവിനെ ഡോക്ടറെ കാണിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഞങ്ങൾ 4 പേരും കൂടെയാണ് പോണത്. ഇവരെ വേറെയും 1-2 ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ കണ്ണേട്ടന് വർക്കൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ ടോക്കണൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെന്ന വഴിയെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദിച്ചുവിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കി. ദിച്ചുവിനിങ്ങനെ നീർക്കിട്ടുണ്ടാവില്ലേ, നമ്മളിങ്ങനെ ചെവിടെ താഴെ ചെറുതായിട്ടൊരു വീക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വന്നതായിരുന്നു കേട്ടോ. അല്ലാതെ വേറെ പ്രശ്നമോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഡോക്ടറൊക്കെ കാണിച്ചിട്ട് നമ്മൾ പോവുകയാണ്. ഇപ്പോൾ ഇവിടേക്ക് വന്നിട്ട് കുറച്ചായിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പീലിക്കുട്ടീനെ കൊണ്ട് ഇടയ്ക്കൊക്കെ വരാറുണ്ടായിരുന്നു. ഇപ്പോൾ കുറേ ആയി വന്നിട്ടും. അപ്പോൾ അതാ നമ്മളങ്ങനെ മെഡിസിനും കാര്യങ്ങളൊക്കെ വാങ്ങി പോവാണ് കേട്ടോ. അപ്പോൾ അതാ മെഡിസിനൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് സ്കൂട്ടി ഇങ്ങനെ തുറന്നപ്പോഴാണ് കേട്ടോ അതൊരു പെപ്സിയുടെ ബോട്ടിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ചു അതെടുത്ത് കുടിക്കുകയായിരുന്നു. 2 ദിവസം മുന്നേ നമ്മൾ വാങ്ങിച്ചതായിരുന്നു കേട്ടോ. എന്നിട്ട് ബാലൻസ് ഉള്ള അതിൽ വെച്ചതായിരുന്നു. അപ്പോൾ അതെടുത്ത് കുടിക്കാൻ കേട്ടോ ആൾ. മങ്കി ക്യാപ്പ് വെക്കുന്നതേ പീലിക്കുട്ടിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഇതിപ്പോൾ തലയിലുണ്ട് എന്നുള്ളത് ആൾക്ക് ഓർമ്മയില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് വലിച്ച് പറിച്ച് എടുത്തിട്ടുണ്ടാവും കേട്ടോ. തലയിൽ തൊപ്പി, പിന്നെ അതുപോലെ ഹെയർ ബാൻഡ് കാര്യങ്ങളൊന്നും വെക്കുന്നത് ആൾക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ. അതിൻ്റെ ഓർമ്മ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് തലേന്ന് എടുത്താലാണ് ആൾക്ക് സമാധാനം കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ നേരെ വീട്ടിൽ പോവാണ്. അപ്പോൾ എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ നോക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ടൈമിൽ പുറത്ത് വന്നാലേ നമ്മൾ ഈ സമയത്തൊക്കെ ടൗണിലേക്കൊക്കെ വന്നാൽ ഫുൾ അടിപൊളി സ്മെല്ലാണ് കേട്ടോ ഓരോ ഫുഡിൻ്റെയും. അപ്പോൾ ഇങ്ങനെ കഴിക്കാതെ പോകും. അപ്പോഴാണ് നമ്മളിങ്ങനെ പോകുമ്പോൾ ഇവിടെ കുലുക്കി സർബത്ത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഇതുവരെ ഇത് കുടിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ ഈ പൂരത്തിനൊക്കെ പോകുമ്പം കാണാറുണ്ട് ഇങ്ങനെ പുരപ്പറമ്പിലൊക്കെ. പക്ഷേ അവിടെ നിന്നൊക്കെ കുടിക്കാൻ എന്തോ ഒരു ടെൻഷനായിരുന്നു. ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം നോക്കിയാൽ ഒന്ന് കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വന്നതായിരുന്നു കേട്ടോ. ഞങ്ങൾ 3 പേരും ബൂസ്റ്റാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്കാണെന്നുണ്ടെങ്കിൽ അറിയാത്ത ഫ്ലേവേഴ്സൊക്കെ കഴിക്കാൻ പേടിയാണ് കേട്ടോ. അങ്ങനെയല്ല അത് ഇഷ്ടമാകുമോ എന്നുള്ളത്, എനിക്കങ്ങനെ എല്ലാ ടേസ്റ്റൊന്നും പറ്റില്ല. അപ്പോൾ ഇതാ നമ്മളത് ഉണ്ടാക്കുന്നതൊക്കെ നോക്കിയിരുന്നു കേട്ടോ. ഇതിന് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പേര് വന്നതെന്നുള്ളത് കൂടെ അറിയണമല്ലോ. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്ന കുലുക്കി സർബത്ത് എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കുലുക്കിയിട്ട് തരികയെന്നായിരുന്നു കേട്ടോ. ഇത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ഒരുമാതിരി കുലുക്കലായിപ്പോയി. ആ ഗ്ലാസ് എങ്ങാനും പൊട്ടി പോകുന്ന വരെ ഞാൻ പേടിച്ചു കേട്ടോ. ഇതാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൊട്ടുന്ന ഗ്ലാസ് ആണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ച ഗ്ലാസ് പൊട്ടിയിട്ടുണ്ടാവും എന്നുള്ളത്. പക്ഷേ അത് പൊട്ടുന്നില്ല കേട്ടോ. അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അത് ഉണ്ടാക്കിയിട്ടും ഇങ്ങനെ കുലുക്കിയിട്ടൊക്കെ. അപ്പോൾ എന്തായാലും സംഭവം സെറ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യാൻ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് ഞാൻ യൂട്യൂബ് തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ടോ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അത് ഇപ്പോഴും വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതെന്തായാലും ഞാൻ ഒഴിവാക്കുന്നതായിരിക്കും കേട്ടോ. എനിക്കിങ്ങനെ സംസാരിക്കുമ്പോൾ കണ്ടില്ല വീണ്ടും ടോ വന്നു. എനിക്കങ്ങനെ പറഞ്ഞങ്ങോട്ട് ശീലമാവാണ് കേട്ടോ. നമ്മളിങ്ങനെ വോയിസ് ഓവർ കൊടുക്കുമ്പോഴേ ഒരാളോട് ഇരുന്ന് സംസാരിക്കുന്നത് പോലെയാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു ടോ അങ്ങനെ വരും. അപ്പോൾ ചിലർക്കൊക്കെ അത് ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. പക്ഷേ എന്താ ചെയ്യാൻ, ഞാൻ മാക്സിമം നോക്കുന്നുണ്ട്. പറഞ്ഞു പോകുമ്പോൾ അങ്ങനെ വരികയാണ്. അപ്പോൾ അതൊന്ന് ക്ഷമിക്കണേ എല്ലാവരും, ബുദ്ധിമുട്ടുള്ളവരൊക്കെ. അപ്പോൾ അതാ നമ്മുടെ കുലുക്കി സർബത്ത് ഇതുവരെ ആയിട്ടുണ്ട്. ഇനിയാണ് ആ ഒരു പ്രോസസ്സ്. കണ്ടില്ലേ, ആ ഒരു മേശയും ഇട്ടിട്ട് 2 കുത്തായിരുന്നു കേട്ടോ. ഞാൻ പേടിച്ചത് പൊട്ടിപ്പോകുമോ എന്നുള്ളത്. പിന്നെ അതാ ഇതുപോലെ ഇങ്ങനെ കുലുക്കുക, നന്നായിട്ട് മിക്സ് ആവുന്നത് വരെ ഇങ്ങനെ കുലുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു 3 അങ്ങനെ കുലുക്കിയിട്ടാണ് അവർ തന്നത്. പിന്നെ ആ ഗ്ലാസ് ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനെ നന്നായിട്ട് ആ ഒരു ഗ്ലാസ് ഇട്ടിട്ട് ഇങ്ങനെ അടിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഗ്ലാസ്സിനൊന്നും പറ്റില്ല, നല്ല സ്ട്രോങ് ഗ്ലാസ്സാണ് കേട്ടോ സംഭവം. അപ്പോൾ പീലിക്കുട്ടിക്ക് ഞാൻ കുടിക്കുമ്പോൾ വേണമെന്ന് പറഞ്ഞിട്ട് അവൾക്കും കൊടുത്തു കേട്ടോ. ഇപ്പോൾ തണുത്തൊന്നും അങ്ങനെ അധികം കൊടുക്കാറില്ല. പിന്നെ നമ്മൾ ഐസ്ക്രീം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പോൾ അങ്ങനെ വേണമെന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതും അതുപോലെ തന്നെ കൊടുത്തു. വല്ലാതെയൊന്നും കൊടുത്തില്ല, ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ മാത്രം. അപ്പോൾ ദിച്ചുവിനാണെന്നുണ്ടെങ്കിൽ ഇത് കുറേ തവണ കഴിച്ചിട്ടുണ്ട് കേട്ടോ അവന്.
ഞാൻ കഴിച്ചിട്ടില്ല. അവൻ ഇങ്ങനെ കാനട്ടിൻ്റെ കൂടെ പോകുമ്പോഴും പിന്നെ അവൻ്റെ ഏട്ടന്മാരുടെയൊക്കെ കൂടെ പോകുമ്പോൾ കഴിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിത് ആഹാരം ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതായിരുന്നു. അപ്പോൾ അവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടതൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നോമ്പൊക്കെ ആകുകൊണ്ട് തന്നെ സർവീസ് കുറച്ച് കുറവായിരുന്നു. പിന്നെ നമ്മൾ നേരെ തിരിച്ച് ചെറുപ്പശ്ശേരി തന്നെ വന്ന് ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ കേട്ടോ. തട്ടുകട ഉണ്ട് ഇവിടെ. അപ്പോൾ അവിടെ നിന്ന് വന്ന് കഴിക്കുകയാണ്. തിരിച്ച് ചെറുപ്പശ്ശേരിക്ക് തന്നെ വന്നു. ഇപ്പോൾ ഇങ്ങനെ നോമ്പ് സമയമാകും കൊണ്ടേ അധികം ഹോട്ടലും കാര്യങ്ങളും ഒന്നും ഇല്ല. അപ്പോൾ എന്തെങ്കിലും ഒന്ന് കഴിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ ഇവിടുന്ന് പൊറോട്ടയും ഇത് ബീഫ് ഫ്രൈ ആയിരുന്നു. അപ്പോൾ ഇതാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് റിച്ചുവിന് വേണ്ടി വാങ്ങിച്ചതായിരുന്നു. എനിക്കും കണ്ണേട്ടനും ഫ്രൈഡ് റൈസാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ചിക്കൻ ഫ്രൈഡ് റൈസ് പിന്നെ ചിക്കൻ 65 ആണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടുന്ന് ഒരു തവണ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ട്. അന്ന് വലിയ ഇഷ്ടമൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെയും ഇവിടേക്ക് തന്നെ വന്നിട്ടുണ്ടായിരുന്നു വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അന്നൊരു ചിക്കൻ മസാല വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു വേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല. വായിൽ വയ്ക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്തോ ഒരു മാതിരി എങ്ങനെയൊക്കെയോ അന്ന് കഴിച്ച് ബാക്കിയുള്ളത് പാഴ്സലും വാങ്ങി പോയതായിരുന്നു. പക്ഷേ ഇന്നത്തെ ഫുഡ് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ചിക്കൻ 65 നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫ്രൈഡ് റൈസും അടിപൊളിയായിരുന്നു. എനിക്കിഷ്ടപ്പെടാഞ്ഞത് ബീഫായിരുന്നു. ബീഫ് ഫ്രൈ ചെയ്തത് എന്തോ ഒരു കരിഞ്ഞൊരു ടേസ്റ്റ് ആയിരുന്നു. എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല. ആദ്യത്തെ എക്സ്പീരിയൻസിൻ്റെക്കാളും ഇത് അടിപൊളിയായിരുന്നു. എനിക്ക് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെറുപ്പശ്ശേരി ഇങ്ങനെ 1-2 കടകളുണ്ട്. അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒന്ന് KR അവിടുത്തെ ഷവർമ്മ അതൊക്കെ അടിപൊളിയായിരിക്കും. പിന്നെ നോറയത്തെ മന്തി അങ്ങനെ കുറച്ച് ഷോപ്പുകളുണ്ട്. അതൊക്കെയാണ് എനിക്കിഷ്ടം. നമ്മളിങ്ങനെ ട്രൈ ചെയ്യാത്ത ഇവിടുത്തെ എനിക്ക് കുഴപ്പമില്ല. ഇതങ്ങനെ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ ഹെൽത്ത് സെൻ്ററിൽ നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത് 2-3 ഹോട്ടലുകളൊക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അഞ്ഞപൂർണ്ണ ഉണ്ടായിരുന്നു. ആദ്യം ഫുള്ള് വെജിറ്റേറിയനൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഞോണക്കൂടെ വന്നിട്ടുണ്ട്. അവിടുന്ന് നമ്മൾ ഷവായി കഴിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളിയാണ്. അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. അത് ഞാൻ ചെയ്യാം കേട്ടോ. ഇതിന് മുന്നേ ഞങ്ങൾ ആഹാർന്ന് കഴിച്ചപ്പോൾ ഇത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ ഷവായി. ഇവിടുത്തെ അടിപൊളി ഷവായിയാണ്. നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. പീലിക്കുട്ടിക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൾക്ക് ചിക്കൻ 65 നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതാണെന്നുണ്ടെങ്കിൽ എരിവും കാര്യങ്ങളൊന്നും അധികമല്ല, എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടേനും. അപ്പോൾ അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അധികമൊന്നും കൊടുക്കില്ല, വെറുതെ ടേസ്റ്റ് ചെയ്യാൻ മാത്രമാണ് കേട്ടോ കഴിക്കുക. അപ്പോൾ ഒരു കഷ്ണം കഴിച്ചിട്ടുണ്ടായിരുന്നു, കുഞ്ഞി കഷ്ണം. പിന്നെ ഫ്രൈഡ് റൈസ് കൊടുത്തു. പിന്നെ ചെറിയൊരു പൊറോട്ടയൊക്കെ കഴിച്ചു. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിൽ പോവുകയാണ് ഗൈസ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.